ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 2ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ധ്യാനിക്കുക വെളിച്ചമായി തീരുവാനായിട്ടുള്ള നമ്മുടെ വലിയ വിളിയെപ്പറ്റിയുള്ള ചിന്തകളാണ്. ഇന്നത്തെ വായനകളിലൂടെ നാം കടന്നു പോകുമ്പോഴും ഈ ഒരു വലിയ ചിന്തയാണ് നമുക്ക് നൽകുക. ഇന്നത്തെ 1ാമത്തെ വായനയായ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വെളിച്ചമായി ഭൂമിയിലേക്ക് കടന്നു വരാനിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ പറ്റിയുള്ള ചിന്തകളാണ് നാം കാണുക. വെളിച്ചത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അത് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ്. ഈശോയിൽ പൂർത്തിയാക്കേണ്ട പഴയ നിയമ പ്രവചനമാണ് നാം ഇവിടെ കാണുക. തന്നിലേക്ക് എല്ലാവരെയും ആകർഷിച്ച് രക്ഷയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിനെ പറ്റിയാണ് ഇന്നത്തെ 1ാമത്തെ വായനയിൽ യേശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. വീണ്ടും വെളിച്ചമായി തീരുവാനുള്ള നമ്മുടെ ഓരോരുത്തരെയും വിളിയെപ്പറ്റിയും ഇന്നത്തെ 1ാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാമോദീസ എന്ന വലിയ കൂദാശയിലൂടെ നമുക്ക് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ തിരുനാളം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ക്രിസ്തുവിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുവാനും ഉള്ള വലിയ നമ്മുടെ വിളിയെപ്പറ്റി ഇന്നത്തെ 1ാമത്തെ വായന എന്നെ നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും ഇന്നത്തെ 2ാമത്തെ വായനയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പസ്തോലനും സോസ്തെനേസും കൊറിന്തോസിലെ സഭയിലെ വ്യക്തികളെ അഭിവാദനം ചെയ്യുന്ന ഭാഗമാണ് നാം കാണുക. തങ്ങൾക്ക് ലഭിച്ച ആ വിശ്വാസം തങ്ങളുടെ വചന പ്രഘോഷണത്തിലൂടെ ഒരു ജനത്തിന് പകർന്നു നൽകിയപ്പോൾ പൗലോസ് ആ ജനത്തെ വിളിക്കുക വിശുദ്ധരെന്നും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമെന്നാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ച ഓരോ വ്യക്തികളും, ക്രിസ്തുവിൻ്റെ വചനം സ്വീകരിച്ച ഓരോ വ്യക്തികളും വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമാണ് എന്ന് ഇന്നത്തെ 2ാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുദിനം വചനം ശ്രവിക്കുന്നവരും വചനം പങ്കുവെക്കുന്നവരുമായ നാം ഓരോരുത്തരും വിശുദ്ധരും വിശുദ്ധരാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരുമാണ് എന്ന് ഇന്നത്തെ 2ാമത്തെ വായന കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സ്നാപകനെയാണ് നാം കാണുക. തൻ്റെ പ്രസംഗത്തിലൂടെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ദൗത്യത്തെ വളരെ വ്യക്തമായിട്ട് പൂർത്തിയാക്കുന്ന സ്നാപകനെ നാം ഇവിടെ കാണുന്നുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, പ്രകാശമായ മിശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന സ്നാപക യോഹന്നാനെയാണ് നാം ഇവിടെ കാണുക. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഈ ഒരു ദൗത്യം മാമോദീസായിലൂടെ സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ ഒക്കെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആണ്ടുവട്ടത്തിൽ 2ാമത്തെ ഞായറാഴ്ചയിൽ നാം ആയിരിക്കുമ്പോൾ ഈ ഒരു വലിയ വിശ്വാസ തീഷ്ണതയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ലഭിച്ച വിശ്വാസം, ക്രിസ്തുവിൻ്റെ ആ വലിയ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് എത്തിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.